السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له، من يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. عباد الله اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا إن هذا إلا سحر مبين. സൂറത്ത് സ്വാഫാത്ത് 15-ാമത്തെ വചനം. അവർ പറയുകയും ചെയ്തു, അതായത് സത്യനിഷേധികളായ ആളുകൾ പറയുകയും ചെയ്തു, ഇത് സെഹർ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇത് സെഹർ ആകുന്നു. പല മജ്സാത്തുകളും അതേപോലെ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള പല മജ്സാത്തുകളും എന്ത് ചെയ്തു, അവർ നിഷേധിച്ച് കളയുകയുണ്ടായി. പരലോകത്തെ അവർ നിഷേധിക്കുകയുണ്ടായി. എന്തൊക്കെയുണ്ടോ ഖുർആൻ മുഴുവൻ നിഷേധിച്ചു. അങ്ങനെ ഇതൊക്കെ എന്താവുന്നു, മറ്റുള്ള മജ്സാത്തുകളും ഖുർആൻ അടക്കമുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് സെഹറാവുന്നു, മായാജാലമാകുന്നു എന്ന് പറഞ്ഞ് തള്ളുകയുണ്ടായി. ഐദാ മിഥിനാവ് കുന്ന തുറാബ വഅളാമൻ ഐനാൽ മുഅസൂൻ. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു കൂട്ടൊരു കാര്യത്തിൽ അത് നിഷേധിക്കുകയാണ്. ഐദാ മിഥിന, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മുക്കുന്ന തുറാബ, ഞങ്ങൾ മണ്ണാവുകയും ചെയ്തു, വഅളാമ എല്ലുകളുമായി, ഐനാൽ മുഅസൂൻ, ഞങ്ങൾ എഴുന്നേൽക്കപ്പെടുകയോ പരലോകമോ അവിടെ വിചാരണയോ അവിടെ സ്വർഗമോ നരകമോ ഇതൊന്നും എന്തല്ല വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന്. അപ്പോൾ അബാവുൽ അവലൂൻ, പൂർവികന്മാരോ വാപ്പമാരോ ഒക്കെ അങ്ങനെ തന്നെയാണോ? ഞങ്ങൾ പിതാക്കൾ അങ്ങനെ തന്നെയാണോ? ഉയർത്തെഴുന്നേൽക്കപ്പെടുവാണോ എന്ന് പറയപ്പെടുന്നത്? പറയും പ്രവാചകരെ, നാം അതെ, വാങ്തും താഹ്റൂൻ, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തായിരിക്കും ആ സമയങ്ങളിൽ? അപ്പോൾ നിന്ദ്യരായിരിക്കും, നിസ്സാരന്മാരായിരിക്കും. ഹാദാ യൗമുദ്ദീൻ, ഇതാവുന്നു പ്രതിഫല ദിവസം. ഹാദാ യൗമുൽ ഫസൽ, ഇത് അവരോട് പറയപ്പെടും, ഇത് തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു. അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടും. അങ്ങനെ പരലോകത്തിലുള്ള തുടർന്നുള്ള വചനങ്ങളിൽ പരലോകം നമ്മൾ കണ്ണിൽ കാണുന്ന മാതിരി അല്ലാഹു തആല വിശദീകരിച്ച് തരികയാണ്. അവിടെ ആരെയും എന്തല്ല സഹായിക്കാൻ സാധിക്കുകയില്ല. നിഷേധിക്കായ ആളുകളൊക്കെ അവിടെ നരകമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അവിടെ സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് മുൻകൂറായി കണ്ടുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്തു പോകണം. അവരാണ് വിജയികൾ. അതായിരുന്നു പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട്, ജനങ്ങളോട്, സമൂഹത്തോട് പറഞ്ഞത്, ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക, നിർബന്ധ കൽപ്പനകൾ ജീവിതമായും പ്രാർത്ഥികമാക്കുക, സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പോൾ എന്നായിരുന്നു പ്രവാചകന്മാരൊക്കെ പറഞ്ഞത്? മാത്രമല്ല ഇനി എന്നെ പിൻപറ്റുകയും ചെയ്യുക. നമ്മളെ അർഫ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ട് കാണും, ഊന്നൽ നൽകിക്കൊണ്ട് പ്രവാചകങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞുള്ള ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണും. അത് പ്രവാചകനെ പിൻപറ്റുക. പല കാലഘട്ടത്തിലും അങ്ങനെ പ്രവാചകന്മാരെ പിൻപറ്റാതെ പൂർവികന്മാരെ, വാപ്പാവരെ, അതേപോലെ തന്നെ ഒരു പണ്ഡിതന്മാരെ, നേതാക്കന്മാർക്ക് പിൻപറ്റി വഴിവെച്ച ചരിത്രം ഖുർആൻ നമുക്ക് എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാചകന്മാരെയാണ് പിൻപറ്റേണ്ടത്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. അല്ലാത്തവർ ആരെയും പിൻപറ്റാൻ പാടുള്ള അതല്ല. ഏത് കാലത്തും എക്കാലത്തും എന്ത് ചെയ്യുന്നു? പ്രവാചകന്മാർക്ക് വിപരീതമായി ജനങ്ങൾ ശിർക്കും ബിദഅത്തും ചെയ്തിരുന്നു. അതാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇത്തഖുല്ലാഹ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത് ശിർക്കിൽ നിന്നും ബിദഅത്തുകളിൽ നിന്നും വിട്ടു നിൽക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് എന്തായിരിക്കും? ബിദഅത്താണ്. അത് ശിർക്കാലും ശരി ബിദഅത്താണ്. എല്ലാ ബിദഅത്തുകളും
ശിർക്കല്ല. എന്നാൽ ശിർക്ക് ചെയ്താലും അപകടം തന്നെയാണ്. അമലുകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി പറഞ്ഞതാണ്. ശിർക്കോടുകൂടി മരണപ്പെട്ടാലോ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ അല്ലാഹുവേയുള്ളവർക്ക് ആരാധന അർപ്പിക്കുന്ന സ്വഭാവക്കാരായിരുന്നു മക്കയിലുണ്ടായിരുന്നവർ. അള്ളാഹുവിനെ അർപ്പിച്ചിരുന്നു. നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ അള്ളാഹുവേയുള്ളവരോട് ചെയ്തിരുന്നവരായിരുന്നു. അതൊക്കെ ആരാധനയാവുന്നു. ആരാധന അള്ളാഹു ആകുന്നു. അള്ളാഹു ഇല്ലാതെ ഒരാരാധനയേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ ആരാധനയൊക്കെ തന്നെ അള്ളാഹുവിനെ അർപ്പിക്കുക എന്നുള്ള സന്ദേശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത്. അത് അവരുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന് അത് എതിരായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അധികം ആളുകളും നിഷേധിക്കുകയാണുണ്ടായത്. ആ കാര്യം തന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നത്. അതുകൊണ്ട് ആർക്കും ആരെയും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു രോഗത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ബോധം നമുക്കുണ്ടാവണം. നമ്മൾ സ്വന്തക്കാർ, ബന്ധുക്കൾ, ആളുകളോട് നമ്മൾ പറയണം നബിയും സഹാബത്തും പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അതായി നമ്മൾ സ്വീകരിച്ചുകൂടാ. അത് അത് ബിദഅത്തായേക്കാം, ശിർക്കായേക്കാം. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊരു ചിന്ത എന്ത് ചെയ്യണം, നമുക്കുണ്ടാവണം. ആർക്കും ആരെയും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്തേക്കാണ് പോകാനുള്ളത്. അത് തീർച്ചയാണ്. ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പഠിച്ച തമ്പുരാനെ ഇനി വീണ്ടും നമ്മളൊക്കെ മരിപ്പിച്ചു കഴിഞ്ഞാൽ പരലോകത്തെ ഉയർത്തിൽപ്പിക്കുന്ന കാര്യം അത് നിസ്സാരമാണ് എന്നാണ് ഖുർആൻ നമുക്ക് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മളെന്ത് വേണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയാനകരമായ നരകത്തിൽ രക്ഷപ്പെടുവാനും ആ സ്വർഗ്ഗത്ത് പൈസ പോകാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മർക്കും തൗഫീഖുമാറാകട്ടെ. അള്ളാഹു ഹദീസ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തസാലു ഖദമ അബ്ദിൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തൻ്റെ അടിയാൻ്റെ ഇരു പാദങ്ങളും ചലിക്കുകയില്ല. ഹത്താ യുസ്അൽ അൻ അംരിഹി ഫീമാ അഫ്നാ, അവൻ്റെ ആയുഷ്കാലം എന്തിനാണ് ചെലവഴിച്ചത്. ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും ആയുഷ്കാലം മുഴുവനും അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യണം. എന്തൊക്കെയാണ് ഓരോ മിനിറ്റിലും സെക്കൻഡിലും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ആയുഷ്കാലത്ത് എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിയാമൻ്റെയും രണ്ട് കാൽപാദം ചലിക്കുകയില്ല. അൽമിഹി, അവന് വിജ്ഞാനം എന്തൊക്കെയാണ്, അവന് വിജ്ഞാനം സമ്പാദിച്ചത് എന്തൊക്കെയാണ്, ആ വിജ്ഞാനം കൊണ്ട് ചെയ്തത്. ഇത് പരലോകത്ത് ഖബറിലുണ്ട് ചോദ്യമുണ്ട്. കൂടാതെ പരലോകത്ത് എന്തുണ്ട്, വിചാരമുണ്ട്. എയിമിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ പാഠ്യമാക്കിയോ മറ്റുള്ള പഠിപ്പിച്ചു കൊടുത്തോ, പഠിച്ചോ ഇല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഫീമാ ഫഅല ഫീഹി, അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദ്യം ചെയ്യപ്പെടും. അൻ മാലിഹി, അവൻ സമ്പാദത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. മിൻ അയ്ന ഇസ്തക്സബഹു, എങ്ങനെ അവനോ സമ്പാദിച്ച, ഹറാമായ മാർഗത്തിലാണോ ഹലാല മാർഗത്തിലാണോ, പലിശയും അതേപോലെ ഹറാമായ കാര്യങ്ങൾ കൂട്ടി കലർന്നിട്ടുണ്ടോ. ഫീമാ അൻഫഖ, എങ്ങനെയാണ് ചിലവഴിച്ചത്, ഹറാമായ കാര്യത്തിലാണ് ചിലവഴിച്ചതല്ല അള്ളാഹു അനുവദിച്ച സുന്നത്തായ കാര്യങ്ങൾ ഫർളായ കാര്യങ്ങൾക്കാണ് ചിലവഴിച്ചത്, ചോദ്യം ചെയ്യപ്പെടും. വാൻ ജിസ്മി, എൻ്റെ ശരീരത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഫീമാ അബ്ലാ, എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്, എങ്ങനെയാണ് ചിലവഴിച്ചത്, എൻ്റെ ശരീരം എന്തിനൊക്കെയാണ് പ്രയോജനപ്പെടുത്തിയത്, ഹറാമായ കാര്യങ്ങൾക്ക് ആണോ അല്ല ഹലായ കാര്യങ്ങൾക്കാണോ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ 4 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരടിയാനും എന്തല്ല പരലോകത്ത് നിന്ന് എൻ്റെ കാൽപാദം ചലിക്കുകയില്ല എന്നുള്ള ബോധം നമുക്ക് ഏറെക്കുണ്ടാവണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും സൂക്ഷിക്കുക. അങ്ങനെ അവിടെ നമുക്ക് അള്ളാഹുവിനോട് മറുപടി പറയാൻ ഖബറിലും മറുപടി ഉള്ളവരോ ഒരു സമ്പത്ത് പ്രവർത്തനം ഫലം നമ്മൾ ഉണ്ടാക്കി വെക്കണം. തെറ്റായ കാര്യങ്ങളിൽ പോകാതെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം. അങ്ങനെ ജീവിച്ച് മരിച്ച് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, വിചാരണ കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. انت المستعان وعليك البلاغ، لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. الله
ഞങ്ങൾക്ക് നിന്നോടല്ല മറ്റാരും പ്രാർത്ഥിക്കുവാനില്ല. ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് രോഗികളായിട്ട് വീടുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതേപോലെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കും. പലരും ഞങ്ങൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ എല്ലാ രോഗവും പ്രയാസവും ഞെരുക്കങ്ങളും എനിക്ക് തേടമേ. അതല്ലാതെ പല ബുദ്ധിമുട്ടും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പല ബുദ്ധിമുട്ടുകൾ ഞങ്ങളിലുണ്ട്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും മുസ്ലിങ്ങളായ പേരിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ ക്ഷമയും അതേപോലെ തന്നെ അത്തരത്തിലുള്ള പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണമേ തമ്പുരാനെ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.